പറയാനാണ് നമ്മുടെ പ്രാഞ്ചേട്ടൻ്റെ പാട്ടല്ലേ സിത്താര വളരെ നന്നായിട്ട് പാടിയിട്ടോ അത്. താങ്ക് യു സർ. പ്രത്യേകിച്ച് എടുത്ത് പറയണം, കാരണം വളരെ ടഫായിട്ടുള്ളൊരു പാട്ടാണത്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്, അത് പാടുമ്പോൾ പ്രത്യേകിച്ചും ചരണമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഈ ഇതിൻ്റെ ഫസ്റ്റ് അനുപല്ലവി എടുക്കുന്ന പോർഷൻ അതിങ്ങനെ എണ്ണി നോക്കിയിരിക്കണം, എവിടെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. റെക്കോർഡിങ്ങിൽ നമുക്ക് നിർത്തി നിർത്തി എടുക്കാം, 4 ബാർ ക്യൂ കൊടുത്തിട്ട് എടുക്കാം. സ്റ്റേജിൽ പാടുമ്പോൾ ഇറ്റ്സ് വെരി ടഫ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ട്യൂൺ ഉണ്ടാക്കുമ്പോൾ ഞാനിത് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇത് നമ്മൾ കമ്പോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, വെറുതെ ഒരു ശ്രുതി ഇടുന്ന ഒരു താളം ഇടുന്നു, അങ്ങനെ പാടുന്നു. ഇത് കൊള്ളാമോ? നമ്മൾ ഇതിൻ്റെ
സംവിധായകൻ്റെ അടുത്ത് ഡയറക്ടർ ടരം ടടം, ഒരു പ്രത്യേക മൂഡാണ് പടത്തിന്. ഒരു എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പ്രണയം വരണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു കമ്പോസിങ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ പല്ലവി ടരം ടം എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് തീം മ്യൂസിക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ഒരു എന്താ പറയുക, ഒരു സസ്പെൻസ് മ്യൂസിക് പോലെയൊക്കെ തോന്നിക്കണം. പിന്നീട് വരികൾ വന്നപ്പോൾ അത് പാട്ടായി മാറുമ്പോൾ കിനാവിലെ എന്ന് പറഞ്ഞ സ്വീറ്റർ വെർഷനായി വരുന്നത്. അങ്ങനെ പല്ലവിയൊക്കെ നമ്മൾ വളരെ സുഖമായിട്ട് അത് ഉണ്ടാക്കി. ചരണത്തിൻ്റെ സംഭവം എന്താ, പല്ലവി മാത്രമാണ് നമ്മൾ ഈ ഒരു പാട്ട് ഓക്കെ ആവുന്നത് പല്ലവി ഓക്കെ ആവുമ്പോഴാണ്. പിന്നെ ചരണം നമ്മൾ അതിനനുസരിച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതൊരൊറ്റടിക്ക് പാടിപ്പോയപ്പോൾ അപ്പം എന്തുകൊണ്ടാണ് പാടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്തമായിട്ടുള്ളൊരു ചിന്താഗതി വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പാടിയത്. ഇതിനെങ്ങനെ വരികൾ എഴുതും? എനിക്ക് തോന്നുന്നു 2 ദിവസം ഞാനും ഷിബുവും കൂടിയിട്ട് ഫോണിലൂടെ ഒരുപാട് കാശ് ഈ ഫോൺ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചരണത്തിൻ്റെ എന്താണ് ചുവരുകളിൽ കനവുകൾ അല്ലല്ല ആ എന്ന് പറഞ്ഞു. അപ്പോൾ ചുവരുകളിൽ മനമെഴുതിയ ചിത്രം, ശരിക്കും പറഞ്ഞാൽ ചുവരുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാൻ പറ്റില്ല, ഒരു ബീറ്റ് തള്ളിയെടുക്കുന്നതാണ്. ചുവരുക മനമെഴുതിയ എന്നൊക്കെ പാടാം നമുക്ക്, ചുവരുക മനമെഴുതിയ, പക്ഷെ ചുവരുകളിൽ നിന്നുണ്ട്. ഇത് നമ്മൾ ട്യൂണിൻ്റെ ലിറിക്സ് എഴുതി വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമത്തിലെടുക്കാം. ഞാൻ പറയുന്നത് ചുവരുകളിൽ മനമെഴുതിയ, അപ്പോൾ ബോറായിപ്പോയി. ചുവരുകളിൽ എന്ന് പറഞ്ഞിട്ട് കാപ്പി പിടിച്ചിട്ട് വന്നിട്ട് രണ്ടാമതും പാടണം, ഒരു ചെറിയ ബ്രേക്ക്. ചുവരുകളിൽ മനമെഴുതിയ, ഇങ്ങനെ ഞങ്ങൾ 2 ദിവസം ഇത് എന്ത് ചെയ്യാം. അങ്ങനെ അവസാനം ഈ പാട്ടുകാർക്കൊക്കെ ഒരു വലിയൊരു എന്താ പറയുക, പേടി സ്വപ്നമായ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അതിനെ. ചുവരുകളിൽ മനമെഴുതിയ ചുവരുകളിൽ മനമെഴുതിയ ചിത്രം താര, അല്ലേ സിത്താര? പലപ്പോഴും സ്റ്റേജിൽ പാടുമ്പോൾ തെറ്റിപ്പോവും. ഇതൊക്കെ കഴിഞ്ഞ് ഇത് പടത്തിൽ വന്നപ്പോഴും തെറ്റി തന്നെയൊക്കെ എടുക്കുന്നത് കേട്ടോ. അതതിൻ്റെ മിക്സിങ് സമയത്ത് ഈ പാട്ട് DTS ചെയ്തപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. ഇവരെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇതിൻ്റെ സ്ഥലം പിടികിട്ടാതെ കണ്ട് ഇത് രണ്ടാമത് DTSന് അവിടേക്കൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ഇടണമല്ലോ. അതൊരു തമിഴോ തെലുങ്കിനോ ആയിട്ടുള്ളൊരു എൻജിനീയറാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ പിടിപാടൊന്നും കിട്ടില്ല. അവസാനം പാവം ഗായത്രി എന്നെ വിളിച്ചിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞു, സാറേ ആ പാട്ട് മുഴുവൻ അവതാളത്തിലാണ് പോകുന്നത്, വേറെ ഏതൊരു ബീറ്റിൽ ആരംഭിച്ചിരിക്കുകയാണ്, പാട്ടിൻ്റെ ചരണം തുടങ്ങും പാട്ടിൻ്റെ അവസാനം വരെ താളം തെറ്റിയാണ് കിടക്കുന്നത് പടത്തിൽ. ഞാൻ എന്നിട്ടിത് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും സാറേ ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല, പടമല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്, പാട്ട് ആര് കേൾക്കണമെന്ന്. അങ്ങനെ അത് വിട്ടു, വേണ്ടാന്ന് വിട്ട സംഭവമാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ ഇങ്ങനെ ഓരോ പാട്ടിൻ്റെ പിറകിലുണ്ട്.